പോവാണ്. പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തിരുവനന്തപുരം ഡിവിഷൻ്റെ പ്രസ്റ്റീജിയസ് വണ്ടിയായിട്ടുള്ള നേത്രാവതി എക്സ്പ്രസ്സിൽ കയറിയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ട്രെയിൻ ഇപ്പം ലോക്മാന്യത്തിലെ ടെർമിനൽസിൽ പോകുന്നില്ല. അവിടെ എന്തോ വെള്ളക്കെട്ടോ കാരണമൊക്കെ ആയിട്ട് പൻവേലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ടൈം 12 വാച്ചിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 12:35 12:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ വണ്ടിയുടെ റേക്കും കാര്യമൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പൻവേൽ വഴി കടന്നു പോവുകയാണെങ്കിൽ നല്ല അടിപൊളി മലയാളികളുണ്ടാക്കുന്ന, മലയാളികൾ തന്നെ വിൽക്കും ചെയ്യുന്ന മീൻകറി ഊടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. വാങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനും ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സെറ്റാന്ന്. ഓക്കെ, നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട്. ഒരു ഗുഡ്സ് ലോക്കോ ആണല്ലോ ഷണ്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് തന്നെ ആയിരിക്കുമോ തിരുവനന്തപുരം വരെ പോകുന്നത്? WG7 എന്ന് പറഞ്ഞിട്ടുള്ള ഗുഡ്സ് ലോക്കോ ആണത്. ആ ലോക്കോ ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയെ ഷണ്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് ലോക്കോ ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. സാധാരണ WP4 ലോക്കോമോട്ടീവാണ് നമ്മുടെ വണ്ടിക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് M1. ഓക്കെ, കോച്ചിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയൊക്കെ ഓക്കെ, അടിപൊളിയാണ്. ഞാൻ അകത്തോട്ട് കയറിയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ബെർത്ത് 71 സൈഡ് ലോവർ. ഈ കാണുന്ന കേട്ടോ തേർഡ് AC എക്കോണമിയുടെ ഇൻറ്റീരിയർ. തേർഡ് AC എക്കോണമി എന്ന് പറയുമ്പം തേർഡ് ACയെക്കാളും റേറ്റ് കുറവായിരിക്കും, പക്ഷേ ഫീച്ചേഴ്സ് കുറച്ചും കൂടി കൂടുതലാണ്. കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയാണ്. കണ്ടല്ലേ, എൻ്റെ സീറ്റിൻ്റെ കളറാണെങ്കിലും ഇവിടുത്തെ ലേഔട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓരോ സീറ്റിനും ചാർജിങ് പോർട്ട്, പിന്നെ ഇൻക്ലൂഡിങ് റീഡിങ് ലൈറ്റ്, പിന്നെ ഫോൺ ചാർജ് വെക്കാനുള്ളൊരു സ്പേസ് എല്ലാം ഉണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയും അതൊക്കെയാണ്. പിന്നെ ഇത് നല്ല പുതിയ കോച്ചാണ്, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എല്ലാ സീറ്റും ഇതിപ്പം മിഡിൽ ബെർത്തിന് വേണ്ടിയിട്ടുള്ള AC വെൻ്റാണ്. ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടും. സോറി, ഇത് ലോവറിനുള്ളതാണ്, ഇതാണ് മിഡിൽ ബെർത്തിനുള്ളത്. എല്ലാ ബെർത്തിലേക്കും AC വെൻറ്റും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റാണ്. നടന്ന് കാണിച്ചു തരാം. ഇതാണ് നോർമൽ തേർഡ് AC. അത് നമ്മളെ വ്യത്യാസം നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതാണ് നോർമൽ തേർഡ് AC കോച്ച് വരുന്നത് അല്ലേ. ഇതിൽ ഇത്തരത്തിലാണ് സീറ്റിങ്ങും കാര്യങ്ങളും വരുന്നത്. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റിന് നല്ല ലെങ്ത് ഉണ്ട്, പക്ഷേ നമ്മുടെ എക്കോണമിക്ക് വീതി കുറവായിരിക്കും. കുറച്ച് തടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കിടക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അതുപോലെ ഈ ലോവർ ബെർത്തിനൊക്കെ ആണെങ്കിൽ വീതി കുറവായിരിക്കും. ഇതിനെ പക്ഷേ സീറ്റുകളുടെ എണ്ണം അതിന് കൂടുതലാണ്. അതാണ് നമ്മുടെ ഒരു വ്യത്യാസം. ഓക്കെ,
ഇനി തുടർന്നുള്ള കാഴ്ചകൾ, കൊങ്കണിലെ ഓരോ കാഴ്ചകൾ നമുക്ക് ഇനി ഒന്ന് കണ്ട് പോവാം. ഓക്കെ, ബൈ. നമുക്കിത് ഇവിടെ ഒരു ക്രോസിങ് കിട്ടിയിരിക്കുക കേട്ടോ. ആനവല്ലി റോഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വെച്ചിട്ട് മഡ്ഗൗൺ മുംബൈ തേജസ് എക്സ്പ്രസ്സുമായിട്ടാണ് ക്രോസിങ്. അപ്പം തേജസ് നമ്മുടെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. അടുപ്പിച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിലേ കാരണം രത്നഗിരിയൊക്കെ എത്താനായിട്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ രത്നഗിരി ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണാൻ പറ്റില്ല. 2018 മാനുഫാക്ചർ ചെയ്ത തിരുവനന്തപുരം ഡിവിഷൻ്റെ ഒരു കോച്ചാണ് നേത്രാവതിൻ്റെ. ഞാൻ എൻ്റെ ഉള്ളിലെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. പിന്നെ റെക്സിനൊക്കെ കീറി പറഞ്ഞ് ഒക്കെ കീറാറായിരിക്കുക. ഒക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങൂടെ ആൾക്കാർ. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ സീറ്റിൻ്റെ അവസ്ഥ അതാ. അതുപോലെ ഈ ബ്ലൈൻഡ്സിൻ്റെ ഒക്കെ കണ്ടീഷൻ കണ്ടില്ലേ, പോയി കിടക്കുക. വലിച്ചാൽ ഇവിടെ ബ്ലൈൻഡ്സാണ്, അത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് കറക്റ്റ്. സൈഡ് ഡോർ എങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയാം. എത്രയും മോശമായി പോയത് ഇത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒക്കെ അവസ്ഥ. ഇവിടെ പാൻട്രി 2 സ്റ്റാഫ് കിടക്കുന്നുണ്ട്. സീറ്റ് കണ്ട. ഈ B2 കോച്ച് നല്ല അടിപൊളി കോച്ചാട്ടോ. 2024 മെയ്യിൽ ഉണ്ടാക്കിയ കോച്ചാണെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ആണെങ്കിലും പുറത്തുനിന്നുള്ള കാഴ്ചയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോച്ച്. ഈ ഒരു പാത്വേയിലുള്ള ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ എക്കോണമിയിലുള്ള പോലെ ഇതൊക്കെ നല്ല ഇതാണ്. പുതിയ കോച്ചാണല്ലോ, ഫ്രഷ് ആണല്ലോ.
പിന്നെ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്, നമ്മുടെ സെക്കൻഡ് AC ഉള്ള പോലത്തെ ഒരു കളർ അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12:50 പൻവേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇന്നിപ്പോൾ 1:30 ആവറായപ്പോഴത്തേന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കേരളം വിട്ട് പോകുന്ന ഒരു ലോങ് ജേണി ആയിരുന്നു. അപ്പോൾ അത് എന്തായാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പം ഇതുവരെ എന്താ പറയുക, ഞാനിട്ട വീഡിയോയ്ക്ക് സ്റ്റാറ്റസ് ആക്കിയും സ്റ്റോറിയൊക്കെ ഇട്ട വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇനിയും ഇങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ തുടർന്ന് ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ വന്ന് നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. അയ്യോ, അടിപൊളി യാത്രയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സെറ്റ് യാത്രയായിരുന്നു. അങ്ങനെ യാത്ര ഫൈനലി തൃശ്ശൂർ വന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ. നമ്മുടെ നേത്രാവതി എക്സ്പ്രസിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. നല്ല തിരക്കാട്ടോ, ജനറലിലേക്ക് കയറാൻ വേണ്ടി ആൾക്കാർ പോകുന്നത്.